ഈ പള്ളി ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളുടെയും സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഹിന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേങ്ങറയില് പോത്ത് വരുന്നത് 27 രാവിലെ ഒരു മൃഗത്തെ വാങ്ങിക്കൊടുക്കും ഇവിടത്തെ ഹൈന്ദവ സഹോദരങ്ങൾ. ഈ സൗഹാർദ്ദത്തെ തകർക്കാൻ ലോകത്ത് എന്തിനെങ്കിലും കഴിയൂല. ഒരാൾക്കും കഴിയില്ല. ഞാൻ നബിദിനത്തിന് 2 ദിവസം മുമ്പ് കല്ലമ്പലത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. ആ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ 2 ചെറുപ്പക്കാര് പിരിവിനോടി നടക്കുകയാണ്, ലേലം വിളിക്കാൻ നടക്കുന്നു, ബക്കറ്റ് കളക്ഷൻ എടുക്കുന്നു. അപ്പൊ അവരുടെ ഉത്സാഹം കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായി ആ കുട്ടികളോട് താല്പര്യം തോന്നി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ സംഘാടകര് പറഞ്ഞു, ഉസ്താദെ ഈ 2 പേര് നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളാണ്. ഈ സൗഹാർദ്ദം ഇവിടെ പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ അമ്മയുടെ മകനും ഐക്യപ്പെട്ട് സാഹോദര്യത്തോടെ കഴിയുന്നൊരു നല്ല നാളെയാണ് നമുക്ക് വേണ്ടത്. ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ ഒരു മൃഗത്തെ വാങ്ങിയിട്ട് 27 രാവിലെ ഇവിടുത്തെ വിശ്വാസികൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവരും കേൾക്കണം, ഇത് കൊല്ലം ജില്ലയാണ്, കരുനാഗപ്പള്ളിയാണ്, വേങ്ങറ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇവിടത്തെ സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് ഇവിടെ വലിയ രീതിയിലുള്ള സഹകരണമാണ് നടത്തുന്നത്. ഒരു വർഷം 4 ലക്ഷത്തിലധികം രൂപ ജാതിയും അതും ഒന്നും നോക്കാതെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനും നൽകുന്നു. നമ്മുടെ മഹല്ല ആകെ എത്ര 200 വീടാ, 260 വീടുകളുള്ള ഈ ചെറിയൊരു മഹല്ല്, 260 വീടുകൾ മാത്രമുള്ള ചെറിയൊരു മഹല്ലാണ്. എന്നെ കേൾക്കുന്ന ലൈവ് കേൾക്കുന്ന സഹോദരങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാൻ, 260 കുടുംബമുള്ള ഈ ചെറിയ ഒരു മഹല്ല് ഇവിടെ വർഷത്തിൽ 4 ലക്ഷം രൂപ, 4 ലക്ഷത്തിലധികം രൂപ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്ന വേർതിരിവില്ലാതെ ഭക്ഷണത്തിനും ചികിത്സയ്ക്കും വേണ്ടി കൊടുക്കാൻ. എന്തൊരു മനോഹരമായ ഒരു സംസ്കാരം, സംസ്കൃതി അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ പരിഹാരം സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് വേങ്ങറ പള്ളി. നമുക്കറിയില്ല, പണ്ടുള്ളവര് പറയും എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പോയി എവിടെ പറയണം, എന്ത് പറഞ്ഞാലും പോയി പള്ളി പറയണമെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? പള്ളി പറഞ്ഞ പരിഹാരമുണ്ട്. ഇന്ന് പള്ളി നടക്കുന്ന കാര്യങ്ങൾ ചായക്കടയിലാ പരിഹാരം കാണുന്നത്. തലതിരിഞ്ഞ സംസ്കാരമായി പോയി. അപ്പോഴും ഇവിടെ ആ പ്രാമാണികമായ ആ ഒരു ശൈലി പിന്തുടരുന്നു. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ പള്ളിയിൽ നമസ്കാരത്തിന് ചെറുപ്പക്കാര് സജീവമാകണം, ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമസ്കാരത്തിലൂടെ പടച്ചവൻ നമുക്ക് യഥേഷ്ടം ഭക്ഷണം തരുമെന്ന് അല്ലാഹു പറയുമ്പോ സഹോദരങ്ങൾ, ഏറ്റവും കൂടുതൽ അടിമയായ നമ്മൾ ഉടമയായ പടച്ചവനോട് അടുക്കുന്നത് എപ്പോഴെന്നറിയോ? ഉളഹിയയ്ക്ക് മൃഗത്തെ അറുക്കുമ്പോഴല്ല, 27 രാവിലെ ഇട്ടിക്കാഫിരിക്കുമ്പോഴല്ല, ഒരു വെള്ള തുണിയിൽ ഒരു വെള്ളമുണ്ടൊടുത്തൊരു വെള്ളമുണ്ട് പുറച്ചുകൊണ്ട് കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൈവാലയത്തിലേക്ക് കഥനകഥകൾ പറഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ യാത്ര തിരിക്കുമ്പോ അപ്പോഴല്ല പടച്ചവനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഏത് സമയത്താ നമ്മൾ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്നറിയോ? ഒരു മനുഷ്യൻ അവന്റെ ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ്, ആരുടെ മുന്നിലും കുനിക്കാത്ത അന്തസ്സിന്റെ ഇസ്സത്തിന്റെ ആഭിജാത്യത്തിന്റെ തല, അത് നടന്നു പോകുന്ന നിലത്ത് വെച്ചിട്ട് അവന്റെ പൃഷ്ഠഭാഗം തലയേക്കാൾ ഉയർത്തി വെച്ചിട്ട് അവൻ പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അത്യുന്നതനായ നിനക്കാണ് സർവസ്തുതി അല്ലാഹ്, നീയാണ് സർവസ്തോത്രത്തിന് ഉടമസ്ഥൻ തമ്പുരാനെ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോഴാ അഖറബുമായ ഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു, സുജൂദ് ചെയ്യുമ്പോഴാണ് ഒരു അടിമ ഉടമയോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ആ സുജൂദിൽ നമ്മൾ കിടക്കുന്നത് എങ്ങനെയാണ്? ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ സമ്പന്നനായ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് ഞാൻ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ സുജൂദിൽ കിടക്കാതിരിക്കുവോ?
അല്ലെങ്കിൽ സൗദിയുടെ ഭരണാധികാരി സൽമാൻ രാജാവോ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സൗദിയുടെ കിരീടാവകാശിയാണ്, ഇവിടുത്തെ ഭരണാധികാരിയാണ്, രാജാവാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കാതിരിക്കുമോ? സമ്പന്നനും സുജൂദിൽ വീഴും, ധനാഢ്യനും സുജൂദിൽ വീഴും, അധികാരിയും സുജൂദിൽ വീഴും. ആ സുജൂദ് എങ്ങനെയാണെന്നറിയോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. 6-ാം മാസം കഴിഞ്ഞ് 7-ഉം 8-ഉം മാസം എത്തുമ്പോ എങ്ങനാ നമ്മൾ വീട്ടിൽ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? നമ്മൾ ചെറിയ പ്രായത്തിൽ 8-ാം മാസത്തിൽ എങ്ങനാണ് വീട്ടിൽ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? 2 കാൽമുട്ട് നിലത്തു വെച്ച് 2 കൈയും നിലത്തു വെച്ചിട്ടല്ലേ നമ്മൾ നടന്നത്? അതേപോലെയാണ് സമ്പന്നൻ കിടക്കുന്നത്, അതേപോലെയാണ് ധനാഢ്യൻ കിടക്കുന്നത്, അതേപോലെയാണ് അധികാരി കിടക്കുന്നത്. ആരുടെ മുന്നിലാണ്? അള്ളാന്റെ മുന്നിലതാ പഞ്ചപുച്ഛമടക്കിയിട്ട് നമ്രശിരസ്കനായി കുഞ്ഞുങ്ങളെ പോലെ മുട്ടിലിഴഞ്ഞ് കിടക്കുന്ന സുജൂദ്. ആ സുജൂദ് ഒന്ന് ചെയ്തിട്ട് എഴുന്നേറ്റിരിക്കുകയാ. ഇനി അടുത്തതും സുജൂദ് തന്നെയാണ്. ഈ 2 സുജൂദിന്റെ ഇടയിൽ നമ്മൾ പറയുന്നത് എന്തെന്നറിയോ? പറയേണ്ടത് എന്തെന്നറിയോ? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 കാര്യങ്ങളാ പടച്ചവനോട് ചോദിക്കുന്നത്. 2 സുജൂദിന്റെ ഇടയിലാണെന്ന് ചിന്തിക്കണം. ഈ 2 സുജൂദിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്ന 7 കാര്യങ്ങളാ. എപ്പോഴാ നമ്മൾ ചോദിക്കുന്നത്? റബ്ബുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പത്തിനിടയിലാ ചോദിക്കുന്നത്. എന്താ 7 കാര്യങ്ങള്? ഒന്ന്, നമ്മളെ പാപം പൊറുക്കാൻ റബ്ബിഗ്ഫിർലി. രണ്ടാമത്തേത് വർഹംനി, റഹ്മത്ത് ചോദിക്കുന്നു. മൂന്നാമത്തേത് വജ്ബുർലി, ഞങ്ങളെ പരിഗണിക്കണേ തമ്പുരാനെ. നാലാമത്തേത് വർഫഅനി, ഞങ്ങളെ എല്ലാ മേഖലകളിലും ഉയർത്തണേ അല്ലാ. ഉദ്യോഗ തലങ്ങളിൽ ഞങ്ങളെ ഉയർത്തണേ തമ്പുരാനെ. പിന്നെ ചോദിക്കുന്നത് വർസുഖ്നി, ഞങ്ങൾക്ക് ഭക്ഷണം തരണേ അല്ലാ. വീണ്ടും ചോദിക്കുന്ന വഹ്ദിനി, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ. പിന്നെ ചോദിക്കുന്ന വആഫിനി, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. അർത്ഥമറിഞ്ഞ് എത്ര പെങ്ങന്മാരായത് പടച്ചോരോട് ചോദിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം, എനിക്ക് കരുണ ചൊരിയണം, എന്നെ പരിഗണിക്കണം, എന്നെ ഉയർത്തണം, എനിക്ക് ഭക്ഷണം തരണം, എനിക്ക് നീ ഹിദായത്ത് തരണം, എനിക്ക് നീ ആഫിയത്ത് തരണമെന്ന് എത്ര പേര് നന്നായിട്ട് 2 സുജൂദിന്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദിക്കുന്നതിൽ 5-ാമതായി ചോദിക്കുന്നത് വർസുഖ്നി, എന്നെ പട്ടിണിക്കിടല്ലേ അല്ലാ. ഇത് 2 സുജൂദിന്റെ ഇടയിലാകുമ്പോ റബ്ബ് സ്വീകരിക്കാതിരിക്കുവോ? അത് നിസ്കാരത്തിലാണ്. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക. അല്ലാഹ് ഭക്ഷണം തരും, മറക്കരുത്. 1 ഭക്തി തഖ്വ, 2 നമസ്കാരം. ഇനി മൂന്നാമത്തേത്. ഈ 2 കാര്യങ്ങൾ കേട്ടപ്പോഴേ ചെറുപ്പക്കാർക്ക് ഒരു ആഗ്രഹം എന്താണെന്നറിയോ? എന്നാ ഇൻഷാ അല്ലാഹ് ഉസ്താദെ നാളെ സുബഹിക്ക് ഞങ്ങൾ വേങ്ങറ പള്ളിക്കകത്ത് കയറിയാൽ ഇഷ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഞങ്ങൾ തീരുമാനിച്ചു. തഖ്വ ഉണ്ടാക്കണം, നിസ്കാരവും റെഡിയാക്കണം. അപ്പൊ മൂന്നാമത്തതൊന്ന് നഷ്ടപ്പെടും. നിങ്ങൾ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് പള്ളിക്കകത്ത് കയറി തഖ്വയോടുകൂടി നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ പട്ടിണി അടക്കേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയോ? ആര് പണിക്ക് പോകും? ഭാര്യ പണിക്ക് പോകും. ഭാര്യ ജോലിക്ക് വിടാൻ പറ്റുമോ? നമ്മൾ പണിയെടുക്കണ്ടേ? അതാണ് മൂന്നാമത്തത്. നിസ്കാരം നിലനിർത്തുന്നതോടൊപ്പം. അതുകൊണ്ടല്ലേ അള്ളാഹ് 5 ആക്കിയത്. 50 വഖത്ത് നിസ്കാരമാണ് ആദ്യം അള്ളാഹ് നിർബന്ധമാക്കിയത്. അള്ളാഹ് 50 ആക്കി, മൂസാ നബി 5 ആക്കി, ചേകന്നൂര് 3 ആക്കി, നമ്മളില്ലാതാക്കി. ഈ 50 വഖത്ത് നിസ്കാരമായിരുന്നു ആദ്യത്തെ അതേ കോലത്തിലെങ്കിൽ 24 മണിക്കൂറല്ലേ ഒരു ദിവസം? 24 മണിക്കൂറല്ലേ? വേങ്ങറ 25 ഉണ്ടോ?
24 മണിക്കൂറിൽ എത്ര മണിക്കൂർ ഇടവിട്ട് നിസ്കരിക്കേണ്ടി വരും? 50 ഉണ്ടെങ്കിൽ 25 മണിക്കൂറാണെങ്കിൽ പോലും അരമണിക്കൂർ ഇടവിട്ട്. 8 മണിക്ക് ഞാൻ വാഴ തുടങ്ങി, 9:30 ആകാൻ പോകുന്നു. ഇതിനിടയിൽ 3 സമയം മോദിയും ബാങ്ക് വിളിക്കേണ്ടി വന്നേ, 3 നേരം നിസ്കരിക്കേണ്ടി വന്നേ. പിന്നെ ആകെ ഉള്ള വ്യത്യാസം ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലേ? 50 വക്കത്ത് ഇമാമത്തിക്കുന്നതിന് 5000 രൂപ പറ്റുമോ? അപ്പോ ഈ പറയുന്ന രീതിയിൽ നമുക്ക് അള്ളാഹു 5 ആക്കി ചുരുക്കി തന്നത് ചാടിക്കേറി ചിലര് ചിന്തിക്കുന്ന അങ്ങനെയാ, പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അങ്ങനെയാ. ചാടിക്കേറി അങ്ങോട്ട് 50 പറഞ്ഞു, പിന്നെ മൂസാ നബി ഇടപെട്ടത് കൊണ്ട് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 5 ആക്കി കിട്ടി. അല്ല, അങ്ങനെയല്ല. 5 എന്നെ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ നിങ്ങളെ വലക്കില്ല, നിങ്ങളെ ഞാൻ പണിയില്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 50 എന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ടും 5 ആക്കി തന്നു. 5 എന്നെ ഉദ്ദേശിച്ചത്. പിന്നെ 50 പറഞ്ഞെന്തിനാ? നിങ്ങൾക്ക് ചിലപ്പോ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും വലിയ പണി ചെറിയ പണി കൊടുക്കാനാ ഉദ്ദേശിച്ചത്, വലിയ പണി കൊടുക്കും. അത് പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതിൽ പിടിക്കും. എന്തിനാണ്? ചെറുത് തന്നെ നമ്മുടെ നമ്മുടെ ലക്ഷ്യം അതാണ്. പക്ഷെ വലുത് പറയുന്നത് നമ്മൾ അത്രയും അവർക്ക് സിമ്പിളാക്കി കാര്യങ്ങൾ കൊടുത്തു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാ ഉദ്ദേശിച്ചത്. ഈ 5 വഖത്ത് നമസ്കാരം അള്ളാഹു നമുക്ക് തന്നതിന്റെ ഒരു രീതി എങ്ങനെയാണെന്നറിയോ? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹിന്ദുക്കളെ മാത്രം എടുക്കും, ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ ആരെങ്കിലും എടുത്തോ, മുസ്ലിങ്ങളോട് നിൽക്കട്ടെ. സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോ അവരുടെ പ്രഭാത പ്രാർത്ഥന ല്ലേ? ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓംകാര പ്രാർത്ഥന നിർവഹിക്കുന്നു അവർ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണേ ഈശ്വര. ആ പ്രാർത്ഥന നിർവഹിക്കാൻ അവര് കാണുന്ന അലാറവും വെക്കണ്ട, ആരും വിളിച്ചു നിർത്തണ്ട. പള്ളിയുടെ സുബഹിയുടെ ബാങ്ക് കേട്ട ഹിന്ദുക്കൾക്ക് അറിയാം പ്രഭാത പ്രാർത്ഥനയ്ക്ക് സമയമായി. ചെയ്യോ ഇല്ല അത് വേറൊരു വിഷയം. ഉച്ചയ്ക്ക് ബാങ്ക് കേൾക്കുമ്പോഴോ, ചാപ്പാടിന്റെ ഓഫീസിലായിരിക്കും ഉച്ചയ്ക്ക് ബാങ്ക് കേൾക്കും. ദൈവമേ ഉച്ചയ്ക്ക് സമയമായി, ഭക്ഷണം കഴിക്കാൻ സമയമായി, പള്ളിയിൽ ബാങ്ക് കേൾക്കാൻ ഉച്ചയ്ക്ക് ഭക്ഷണം. അസറിന് ബാങ്ക് കേൾക്കുമ്പോൾ അവർക്കറിയാം ഓഫീസ് അടയ്ക്കാറായെന്ന്. മഗ്‌രിബിന് ബാങ്ക് കേൾക്കുമ്പോൾ അവർക്കറിയാം സന്ധ്യാദീപം കൊളുത്താൻ സമയമായെന്ന്. അവര് കുളിച്ച് ഫ്രഷായി അവരങ്ങനെയാണ്. ഞാൻ പിന്നെ നമ്മളുള്ള കാര്യങ്ങള് പറയണമല്ലോ. നമ്മളാണ് ഈ കുറ്റിപീടിയും വലിച്ച പള്ളിയിൽ വരുന്നത്. അവര് വളരെ വൃത്തിയായി, അവര് ചന്ദന കുറിയൊക്കെ ചാർത്തി, അവര് തെറ്റിപ്പൂവൊക്കെ എടുത്തു വെച്ച് വളരെ ഭംഗിയായി, വളരെ വളരെ ക്ലിയർ ആയിട്ട് അവരുടെ പ്രാർത്ഥനകൾ അവർ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിലെ ബാത്റൂമിനെങ്ങാനും വന്ന എന്തൊരു ദുർഗന്ധമാ പടച്ചോ. പള്ളിക്കകത്ത് കയറി ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ ഈ പള്ളിയിൽ കയറിയിട്ടില്ല. പണ്ടെപ്പോഴോ ഒരു ദിവസം മുജീബ് ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. അല്ലാതെ ഞാൻ നേരെ വണ്ടിയിൽ വന്നതാ ഇവിടെ ഇറങ്ങിയിട്ട് കയറാ ചെയ്ത്. ഈ പള്ളിയിലൊന്നും പോയിട്ടില്ല. ചില പള്ളിയിൽ കയറിയ പടച്ചോനാണ് സുജൂദ് ചെയ്യാൻ തോന്നൂല. എന്തൊരു ദുർഗന്ധമാണ് ഈ മുസല്ലയും. അതുപോലെ തന്നെ അല്ലെ, വീട്ടിൽ പോയ ഏറ്റവും മുഷിഞ്ഞ കരിമ്പേൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ അടിച്ചിട്ടുള്ള വസ്ത്രം ഏതാ? പോയി നോക്ക്, നിസ്കാര കുപ്പായം എടുത്ത് നോക്ക്. ഏറ്റവും കൂടുതൽ കരിമ്പേൻ. ഞാൻ കുറ്റം പറയുന്നതല്ല. നമ്മൾ ആരുടെ മുമ്പിലാ? MLA-യുടെ മുമ്പിൽ പോവാ, MP-യുടെ മുമ്പിൽ പോവാ. എന്തൊരു ടിപ് ടോപ്പാണ്. പശയൊക്കെ മുക്കി, കഞ്ഞിയൊക്കെ മുക്കി ഇങ്ങനെ നിൽക്കുന്നത് ഇരുമ്പിന്റെ തുണിയാണോ എന്ന് ചിന്തിച്ചു പോകും. ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ ടിപ് ടോപ്പായിട്ട് പോകും. പള്ളിയിൽ വാങ്ക് വിളിക്കുമ്പോഴേ പാണ്ടി മുണ്ടുകൊടുത്തോണ്ടാ വരുന്നത്. അതാണ് നമ്മുടെ അവസ്ഥ. മഗ്‌രിബിന് ബാങ്ക് കേൾക്കുമ്പോ സന്ധ്യാദീപം കൊളുത്താറായി എന്ന് ഹിന്ദുക്കറിയാം. ഇശാഇന്റെ ബാങ്ക് കേൾക്കുമ്പോ അവർക്കറിയാം മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കിടക്കാനും ഉറങ്ങാനും സമയമായെന്ന്. ഈ 5 നേരത്തെ ബാങ്ക് ഹിന്ദുക്കൾക്ക് ഒരു ഉപകാരമല്ലേ? അല്ലേ? ആലോചിച്ച് നോക്ക്. ക്രിസ്ത്യാനികൾക്കും അങ്ങനെ തന്നെ. നിസ്കാരം ഇല്ലാത്ത മുസ്ലിങ്ങൾക്കും ആ ഒരു ഉപകാരമേ ഉള്ളൂ.
രാവിലെ എണീക്കാനും ഉച്ചയ്ക്ക് ചാപ്പാടിന്റെ സമയമായെന്നും വൈകിട്ട് ചായയുടെ ബ്രേക്ക് ടൈമായെന്നും മഗ്‌രിബിന് പണി വീട്ടിലെത്തണമെന്നും രാത്രി ഇശാക്ക് കിടക്കണമെന്നുള്ള ചിന്ത. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അള്ളാഹു തന്നിട്ടുള്ള സമയം, നിസ്കാരത്തിന്റെ 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയം നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അല്ല നമുക്ക് വരുത്തിയിട്ടില്ല. ആ നിസ്കാരം നിലനിർത്തുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട 3ാമത്തെ കാര്യമേതെന്നറിയോ? സൂറത്തുൽ മുൽക്കിലെ 15ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, والذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. പറയുകയാണ്, ആ ദൈവത്തെ നിങ്ങൾക്കറിയോ? ആ പടച്ചോനെ നിങ്ങൾക്കറിയോ? ആ അല്ലാഹനെ നിങ്ങൾക്കറിയോ? അവൻ ആരാണ്? ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാ. ഈ ഭൂമിയെ നിങ്ങൾക്കല്ല കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്തിനാണ്? ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. എന്നിട്ട് നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ, അലസതയിൽ പൂണ്ടിരിക്കാതെ നിങ്ങൾ ഇറങ്ങിയിട്ട് ഭക്ഷണം അന്വേഷിച്ചു പോ. വീട്ടിൽ അടയിരിക്കാനല്ല, അടഞ്ഞുകൂടി കിടക്കാനല്ല, പള്ളിയിൽ കയറി ഇത്തിക്കാഫിരിക്കാനല്ല. 10 വിരൽ അനങ്ങിയാലേ 5 വിരൽ വായിലേക്ക് പോകൂ. അതുകൊണ്ട് എല്ല് മുറിയ പണിയെടുത്ത് പല്ല് മുറിയ തിന്നണമെന്ന് പറയും പോലെ നമ്മൾ പണിയെടുത്താലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ നിസ്കാരം നിർവഹിച്ച തഖ്വയതിട്ട് ജീവിതം നയിച്ച് വീട്ടിനകത്തിരിക്കലല്ല. പിന്നെയോ നിങ്ങൾ ഇറങ്ങി അന്വേഷിക്കണം ഭക്ഷണം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ഭക്ഷണം അന്വേഷിച്ചു കൊണ്ട്. നിങ്ങൾ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കണം. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ഉമർ തങ്ങൾ ചോദിക്കും, പണിയൊന്നുമില്ലേടാ നിനക്ക്? പണിയൊന്നുമില്ലേ? ഇല്ല, ഞാൻ ഇവിടെ അങ്ങ് ഇരിക്കാൻ തീരുമാനിച്ചു, പോടാ പണിക്ക് പോടാ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഓടിച്ചു വിടുമായിരുന്നു, പോയി പണിയെടുക്കടാ എന്ന്. ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ഇബ്നു അസാക്കിർ തങ്ങൾ പറയുകയാണ്, മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുഹൃത്തായ ഇബ്രാഹിം അദ്ഹമുൽ ഖുറാസാനി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ആരാ പറയുന്നത്? ശഖീഖുൽ ബൽഖി ഹാത്തമുൽ അസ്മിന്റെ ഉസ്താദാ. ആരോടാ പറയുന്നത്? ഇബ്രാഹിം ഇബ്നു അദ്ഹമുൽ ഖുറാസാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, തങ്ങളെ, ഞാൻ കച്ചവടത്തിന് പോവുകയാണ്, എന്റെ മഈസത്ത് നടക്കണം, എന്റെ അന്നം നടക്കണം, അതിന് ഞാൻ മടി പിടിച്ചിവിടെ ഇരുന്നാ പറ്റൂല, അതുകൊണ്ട് ഞാൻ കച്ചവടത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം അദ്ഹമിനോട് യാത്ര ചോദിച്ചിട്ട് ഇറങ്ങുകയാ. കുറെ ദൂരം സഞ്ചരിച്ചപ്പോ മരുപ്പച്ച അകലയായ മരുഭൂമിയുടെ ഒരു മധ്യഭാഗത്തെത്തിയപ്പോൾ ക്ഷീണിതനായി. മഹാനവറുകൾ ഒരു പാറയുടെ അകത്തൊരു ചെറിയ ഗുഹ പോലെ കണ്ടു. അതിനകത്ത് കയറി വിശ്രമിക്കാനിരിക്കുമ്പോ ഈ മഹാനായ ശഖീഖുൽ ബൽഖി തങ്ങൾ കണ്ട ഒരു അത്ഭുതകരമായ കാഴ്ച എന്തെന്നറിയോ? ചിറകെല്ലാം ഇളകിപ്പോയ, ചിറകിന്റെ രോമങ്ങളൊക്കെ ഇളകിപ്പോയ, അന്ധ ബാധിച്ചു പോയ ഒരു തള്ളപ്പക്ഷി അതിനകത്തിരിക്കുകയാ. പറക്കാൻ പറ്റുന്നില്ല. ചിറകുകളിൽ അതിന്റെ ആ തൂവലുകൾ നഷ്ടപ്പെട്ടു. പ്രായാധിക്യം കൊണ്ട് കണ്ണിന്റെ കാഴ്ച പോയി. ആ തള്ളപ്പക്ഷി അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അതിനെ തന്നെ നോക്കി നിന്നു. അദ്ദേഹം കച്ചവടത്തിന് പോവാണ്. ആര് വീട്ടിലിരുന്നാരും ഭക്ഷണം തരൂല, അതുകൊണ്ട് പണിയെടുക്കണം. ആ പണിക്ക് വേണ്ടി പോകുന്ന ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ കണ്ട ആ പ്രായാധിക്യം ചെന്ന ചിറകിന്റെ ഓരോ തൂവലുകളും ഇളകിപ്പോയ ആ വൃദ്ധയായ അന്ധയായ തള്ളപ്പക്ഷിയെ നോക്കിയിരിക്കുന്നു. എന്നിട്ട് ചിന്തിക്കുന്നു, പടച്ചോനെ, ഇതെങ്ങനെ ജീവിക്കുന്നു ഭക്ഷണം കിട്ടാതെ? ഇതെങ്ങനെ ജീവിക്കുന്നു ഭക്ഷണം കിട്ടാതെ?
അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു ആരോഗ്യമുള്ള ചെറിയ പക്ഷി പറന്നിറങ്ങുകയാ. ആ പക്ഷി പറന്ന് 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 ഈ തള്ളപ്പക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ ചുണ്ടിൽ കരുതി വെച്ചിരുന്ന ഒരു ചെറിയ അപ്പം അതിങ്ങനെ തള്ളപ്പക്ഷിയുടെ ചുണ്ടിലേക്ക് പീസ് പീസാക്കി കൊത്തിവെച്ചു കൊടുക്കുന്നു. ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് ശഖീഖുൽ ബൽഖി പറയുന്ന വാക്കെന്തെന്നറിയോ? ഈ തള്ളപ്പക്ഷിക്ക് മരുപ്പച്ചയിൽ പകലയായ ഈ മരുഭൂമിയില് ഈ ജലരഹിതമായ ഫലരഹിതമായ മണലാരണ്യത്തില് ഈ തള്ളപ്പക്ഷിക്ക് ഭക്ഷണം കൊടുത്ത എന്റെ റാസിഖായ അല്ലാഹ് എനിക്കും ഭക്ഷണം തരൂലേ? പിന്നെന്തിന് ഞാൻ കച്ചവടത്തിന് പോണം? എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തരുമല്ലോ. ഈ തള്ളപ്പക്ഷിക്ക് ഭക്ഷണം കൊടുത്തത് റബ്ബല്ലേ, അതുകൊണ്ട് ആ പടച്ചവന് എനിക്കും ഭക്ഷണം തരും. ഞാൻ പിന്നെന്തിനെ കഷ്ടപ്പെടണം? ആ സമയം കൂടെ ഇബാദത്തിൽ കഴിയാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ശഖീഖുൽ ബൽഖി തങ്ങൾ യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചുപോയി. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനോട് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ചോദിച്ചു, എന്തേ ശഖീഖേ തിരിച്ചു വന്നത്? ആ സമയത്ത് ശഖീഖുൽ ബൽഖി തങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്തെന്നറിയോ? മടി പിടിക്കാതെ, ആരുടെ മുമ്പിലും കൈനീട്ടാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ആരോഗ്യമുള്ള ചെറിയ പക്ഷി അത് ജീവിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി ഭക്ഷണം കൊടുക്കുന്ന ചെറിയ പക്ഷിയെ പോലെ നീ ആകാത്തതെന്താ? അന്തര ബാധിച്ച ചിറകിന്റെ ഓരോ തൂവലുകളും മുറിഞ്ഞു പോയ ആ തള്ളപ്പക്ഷിയെ പോലെ നീ എന്തിനാകാൻ ശ്രമിക്കുന്നു? നിനക്ക് ആ ആരോഗ്യമുള്ള ആ പക്ഷിയെ പോലെ ആയിക്കൂടെ? ആ പക്ഷി പറന്ന് നടക്കുന്നു, എന്നിട്ട് ഭക്ഷണം കണ്ടെത്തുന്നു, അതിന്റെ പള്ള നിറയ്ക്കുന്നു, അതിന്റെ ചുണ്ടിൽ കരുതിയ ഭക്ഷണം അത് കിട്ടാത്തവർക്ക് കൊടുക്കുന്നു. അതുപോലെ നിനക്കായിക്കൂടെ? എന്തിനാണ് നീ തള്ളപ്പക്ഷിയെ പോലെ മടി പിടിച്ചിരിക്കാൻ തിരിച്ചു വന്നത്? ശഖീഖുൽ ബൽഖി തങ്ങളോട് ഇബ്രാഹിം അദ്ദേഹം ചോദിച്ചതാണ്. ഏത് ഇബ്രാഹിം അദ്ദേഹമാണ് സർവ്വ ആഡംബരങ്ങളും ഒഴിവാക്കിയിട്ട് എന്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു എന്ന സയ്യിദുസ് സാഹിദി, പരിത്യാഗികളുടെ ലീഡറെ, മഹാനായ ഖുറാസാൻകാരനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ അധ്വാനിച്ച് കഴിക്കണമെന്ന സന്ദേശം ശഖീഖ് തങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കണം, മറ്റുള്ളവരെ കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടെ ക്ഷേത്രങ്ങളുടെ ഉത്സവം അല്ലേ, അവരുടെ ഏറ്റവും വലിയ ഈ ആരാധന മുജീബ് റഹ്മാൻ ഉസ്താദ് എന്താണ് മുജീബ് റഹ്മാൻ മൗലവി ഉസ്താദ് ചിറ്റുമൂലയില് ഇമാമായിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ പഠിക്കാൻ വരുന്നത്. എനിക്കന്ന് എത്ര 16ഓ 17ഓ 18 വയസ്സ് അത്രേ ഉള്ളൂ. ആ പ്രായത്തില് മുജീബ് റഹ്മാൻ മൗലവി ഇങ്ങനെ പറന്നു നടന്ന് വയലു പറയാൻ. അന്ന് ഇന്നത്തെ പോലെ ഇന്നോവയോ അല്ലെങ്കിൽ കാറോ ഒന്നുമില്ല. അന്ന് ഇദ്ദേഹം വയലിന് പോയതൊരു ഫാഷൻ അല്ലേ, ബൈക്കില. അപ്പൊ കാർ നമ്മുടെ ചിങ്ങോലി എന്ന് പറയുന്ന ഹരിപ്പാടിനടുത്തുള്ള ഒരു സ്ഥലം, അവിടെയാണ് വയല്. അപ്പൊ എനിക്ക് വയല് കേൾക്കാൻ ഭയങ്കര ആഗ്രഹം, വയല് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ മൂപ്പരുടെ ബൈക്കിന്റെ പുറകിൽ എന്നെ ഇരുത്തി ഇവിടുന്ന് ഹരിപ്പാട് വരെ ബൈക്ക് ഓടിച്ച്, അദ്ദേഹം തന്നെ ബൈക്ക് ഓടിച്ചു പോയി. രാത്രി പ്രസംഗിച്ച് തിരിച്ച് കാർത്തികപ്പള്ളി എത്തിയപ്പോഴ് എങ്ങോട്ട് പോണോന്നറിയില്ല. 4 റോഡ് കിടക്കുന്നു, എങ്ങോട്ടാ പോകുന്ന അറിഞ്ഞൂടാ. ആരുടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അവിടെയുള്ള ബഹുമാനപ്പെട്ട ശ്വാനന്മാര് മാത്രമേ ഉള്ളൂ, പട്ടികള്. ഒരു മനുഷ്യനില്ല അവിടെ. ആരോട് എങ്ങോട്ടാ പോകേണ്ടത്? കുറച്ചു ദൂരം അങ്ങോട്ട് പോകും, അല്ലാൻ തോന്നും തിരിച്ചു വരും, ഇങ്ങോട്ട് വരും. അങ്ങനെ മണിക്കൂറുകളോളം കഴിഞ്ഞ് അവസാനം ഏതോ ഒരു കാർ യാത്രികർ അതുവഴി വന്നപ്പോ ഞങ്ങള് NDPC അല്ലേ,
എയർപോർട്ടിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഓർമ്മയൊന്നും നശിച്ചില്ല, അപ്പോഴും ഉണ്ട്. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ഈ ഹൈവേ ചോദിച്ചിട്ട് ഞങ്ങള്